ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ BJP പ്രതിക്കൂട്ടിലാക്കാൻ CPM ഒരു ശ്രമം നടത്തി. പക്ഷേ അത് പാളിപ്പോയി. ഇപ്പോൾ അച്ഛന്മാരുൾപ്പെടെ BJP ആസ്ഥാനത്ത് വന്ന് രാജീവ് ചന്ദ്രശേഖരരെയൊക്കെ കാണുകയും നന്ദി അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കത്തോലിക്ക സമൂഹത്തെ കൂടെ നിർത്താനുള്ള CPM ശ്രമങ്ങൾ ഇപ്പോൾ പാളിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എപ്പോഴും ഈ കോൺഗ്രസ്സിന് ഭരണം ലഭിക്കുന്നത് എപ്പോഴും മധ്യ കേരളത്തിലെ ഒരു UDF മുന്നേറ്റം കൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലുമൊക്കെ CPMന് വലിയ വേരോട്ടമുണ്ട്, കണ്ണൂരടക്കം. പിന്നെ മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലീഗുണ്ട്. അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിൽ ഈ ക്രിസ്ത്യൻ സമുദായവും കോട്ടയം, കൊച്ചി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യൻ സമുദായം UDFനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണുള്ളത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ പറഞ്ഞതുപോലെ കത്തോലിക്ക സഭയ്ക്കൊക്കെ കുറച്ച് ആഭിമുഖ്യം ഇടതുപക്ഷത്തോടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തികളിലൂടെ അവരെ പൂർണ്ണമായും വെറുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് LDF എത്തി. ആ യാഥാർത്ഥ്യം LDF ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണാം? ഈ സാമുദായിക സംഘർഷമുണ്ടാക്കി അല്ലെങ്കിൽ സമുദായങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ച് BJPക്കെതിരായി തിരിക്കുക എന്നുള്ളത് കുറേ കാലങ്ങളായി, എത്രയോ കാലങ്ങളായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടത് വലത് മുന്നണികൾ നിരന്തരമായി പരീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ്. ഏതെങ്കിലും തരത്തിൽ BJPക്കെതിരായി ഉപയോഗിക്കാൻ കഴിയുന്ന ആ തരത്തിലുള്ള ഒരു വിഷയം എടുത്ത് അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് അത് വലിയ തരത്തിൽ ഒരു വിരോധത്തിൻ്റെ ഭാഗത്തേക്ക്, അതല്ലെങ്കിൽ BJP വിരോധത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പൊതുവായി സ്വീകരിക്കുന്നൊരു നയമാണ്. അതിൽ അവരുടെ രാഷ്ട്രീയ നയം അങ്ങനെ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല. പക്ഷേ അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം അതിനെന്തെങ്കിലും ഒരു വിശ്വാസ്യത വേണ്ടേ, അതിനെന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം വേണ്ടേ. ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ പോലും BJP അവിടെ എന്തോ ഒരു വലിയ തെറ്റ് കാണിച്ചിരിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് പ്രചരണം നടക്കുന്നത്. ഒരു പരാതി ഉണ്ടായാൽ FIR എടുക്കുക, പരാതി ഉണ്ടായാൽ അതിൽ നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഏതൊരു സർക്കാരും ചെയ്യുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു കാര്യം അവിടെ ഒരു പോലീസോ ഒരു സർക്കാരോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പരാതി ഉണ്ടാകുമ്പോൾ പരാതിയിൽ പേര് പറയപ്പെടുന്ന, അതല്ലെങ്കിൽ പരാതിയിൽ എടുത്ത് കാണിക്കപ്പെടുന്ന ആളുകളെ പ്രതി ചേർത്ത് കേസെടുക്കുക, കേസ് മുന്നോട്ട് പോവുക, അതിന് പ്രോസിക്യൂഷൻ നടപടികൾ നടത്തുക എന്നുള്ളതാണ്. ഇവിടെ നിയമം എവിടെയെന്നാണ് വന്നത്? കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടങ്ങളിൽ ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ള ഒരു നിയമം 1968 നിയമമാണ്, ആൻറ്റി കൺവെർഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ നിയമത്തിൻ്റെ പിൻബലത്തിലാണ് ഈ ഇഷ്യൂ എല്ലാം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു പരാതി ഉണ്ടാകുമ്പോൾ ആ പരാതിയിൽ ഉണ്ടാകുന്ന വകുപ്പുകൾ ഏതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അത് കോൺഗ്രസ് ഭരണകാലത്തെ വകുപ്പുകളാണ്. നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ പോലും 2021 11 മാസക്കാലമാണ് കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിൽ 5 ക്രിസ്തീയ പുരോഹിതന്മാർ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് ഛത്തീസ്ഗഡിൽ. അതും ഇതേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ കേരളത്തിൽ ഇത് ഇപ്പോൾ പുതുതായി BJP കേന്ദ്രം ഭരിക്കുന്നു, എന്നാൽ BJPക്കെതിരെ ഒരു വലിയ പ്രചരണം നടത്തിക്കളയാം എന്നുള്ള നിലക്ക് ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവിടെ MP-മാരുടെ സംഘം പോയി, ഇടതുപക്ഷത്തു നിന്ന് പോയി, UDFൽ നിന്ന് പോയി. ആരാ പോയത്? ഛത്തീസ്ഗഡിൽ നിന്ന് ഏതെങ്കിലും ഒരു MP കോൺഗ്രസിൻ്റെ അവരുടെ കൂടെ ചേർന്നോ? കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു ഛത്തീസ്ഗഡിൻ്റെ ഘടകത്തിലെ നേതാവ് അവരുടെ കൂടെ പോയോ? MP പോട്ടെ, ഒരു നേതാവ് പോയോ? അവിടുത്തെ PCCയുടെ പ്രസിഡന്റ് എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ചോ? അപ്പം അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ നിയമം അവിടെ കർശനമായി നടപ്പാക്കിയിട്ടുള്ളത്. ഇനി തിരിച്ച് കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ MP-മാരടക്കം അവിടെ പോയി. ആ സംസ്ഥാനത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അവരുടെ കൂടെ പോയോ? ഇനി അതല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്നുള്ള മറ്റാരെങ്കിലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് അവരുടെ പിറകെ പോകുന്ന സാഹചര്യം? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒന്ന് ഇടപെട്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതായിരുന്നു, അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടേ. രാഹുൽ ഗാന്ധിക്കാണെങ്കിലും ദേശീയ തലത്തിൽ അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം അവിടെ അങ്ങനത്തെ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളതോ നടപടികളുമായി മുന്നോട്ട് പോയതോ. ഇപ്പം നമുക്ക് കേരളത്തിൽ അതിനൊരു വാർത്തയുണ്ടാക്കുക, കേരളത്തിലെ ചില മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളുമല്ല, ചില മാധ്യമങ്ങൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ തരത്തിൽ. അല്ല, അത് വേറൊരു കാര്യമുണ്ട്, മലയാളി കന്യാസ്ത്രീ ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ. അല്ല, അത് സ്വാഭാവികമായും ഏത് സംസ്ഥാനത്തു നിന്ന് ആരുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ ആ വിഷയത്തെ അവർ കണ്ടിട്ടുള്ളത്. അത് കണ്ടിട്ടുള്ളത് BJPക്കെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആയുധം എന്നുള്ള നിലക്കാണ്. അപ്പോൾ അത് കേരളത്തിൽ നിന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതേ വിഷയം തന്നെ ഉണ്ടാകും. പക്ഷേ അവിടെ ഇപ്പോൾ നേരത്തെയും ആ തരത്തിൽ അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒറീസയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് കേരളത്തിൽ വിഷയമാകുന്നത് കേരളത്തിൽ അതൊരു വലിയ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ 2 ദിവസം അവർ വിജയിച്ചു. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ആണെങ്കിലും
സഭാ നേതൃത്വത്തെയാണെങ്കിലും ഒക്കെ ഒരു പരിധി വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടൊന്നും അല്ല സംഭവങ്ങൾ ഉണ്ടാകുന്നത്, അതുകൊണ്ടൊന്നും അല്ല അവിടുത്തെ നിയമ നടപടികൾ നടക്കുന്നത് എന്നുള്ളത്. അപ്പം നിയമ നടപടികളുടെ കൃത്യതയിലേക്കും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കും വസ്തുതകളിലേക്കും വന്നപ്പോൾ സഭാ നേതൃത്വം അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. നിയമം എവിടെ നിന്നുണ്ടായി, ആ നിയമത്തിൻ്റെ പിൻബലത്തിലാണ് ഇതുണ്ടായിട്ടുള്ളത്. അവിടെ അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. അപ്പോൾ ഒരു കള്ളപ്രചരണം, ഒരു തെറ്റായ പ്രചരണം, ഒരു വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണം, ഇതൊക്കെ കൊണ്ടുവന്നുകൊണ്ട് സഭാ നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് സമൂഹ മാധ്യമങ്ങളിലോ അതല്ലെങ്കിൽ പൊതുമധ്യത്തിലോ ഇതൊരു കുഴപ്പമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം. പക്ഷെ അതിൽ വാസ്തവമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഇന്ന് ചിന്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുള്ള ആളുകൾ അവർ യാഥാർത്ഥ്യങ്ങളുടെ തെളിവ് തേടിപ്പോകും. അവിടെ അവർക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടാൽ അവർ തിരിച്ചു വരും. ഇപ്പം സംഭവിച്ചതാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ. എന്തുകൊണ്ടാണ് BJP ആസ്ഥാനത്ത് വരികയോ അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ സഭാ നേതാക്കന്മാരും പിതാക്കന്മാരും BJPയുടെ നേതൃത്വം ഇടപെട്ടത് കൊണ്ട് അവർക്ക് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടി എന്ന് പറയുന്ന സാഹചര്യമുണ്ടായത്? അവർ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവർ ഒരു വിരോധം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സംവിധാനമല്ല എന്ന് തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചാണെങ്കിലും UDFനെ സംബന്ധിച്ചാണെങ്കിലും അവർ ഉദ്ദേശിച്ച ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടുള്ള സംവിധാനത്തിലേക്ക്, ഒരു സംഘർഷത്തിലേക്ക്, ഒരു സാമൂഹിക രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് പോകുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണമുണ്ടായത്. പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഏറ്റുപിടിക്കലുകൾ, ഈ പറഞ്ഞതുപോലെ ഈ ഹമാസ് വിഷയത്തിലൊക്കെ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുക, സദ്ദാം ഹുസൈനെ കൊന്നപ്പോൾ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുക, അത്തരത്തിൽ രാജ്യവിരുദ്ധമായുള്ള കാര്യങ്ങൾക്ക് ഏറെ പ്രാധാന്യം കേരളത്തിലുള്ള കുറച്ച് പേരെങ്കിലും നൽകുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവത്തിന് ഇവിടെ നിന്നുള്ളവരും എല്ലാം പ്രതിഷേധം നടത്തുമ്പോൾ ആ സംസ്ഥാനത്തുള്ളവർ നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് അനുകൂലമായ ഒരു പ്രസ്താവന നടത്താനോ അല്ലെങ്കിൽ അതിന് തയ്യാറാവുന്നില്ല? അതിൽ പറയുന്നത് ഒരു യുദ്ധം ഒന്നിനും പരിഹാരമല്ല, അപ്പോൾ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അത് പറയാതിരിക്കുകയും നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന ഒരു രീതി ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണാം? ഈ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ചില വിഷയങ്ങളോട് സെലക്റ്റീവാണ് അവർ. ആ വിഷയങ്ങളിൽ ആ സെലക്റ്റീവ് വിഷയങ്ങളോട് അവർ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നയം അത് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അവർക്ക് ഇത് ഉന്നയിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നില്ല. പക്ഷെ ജനങ്ങൾ അത് തിരിച്ചറിയുന്നു. ഉദാഹരണത്തിന് പാലസ്തീൻ വിഷയമുണ്ടാകുമ്പോൾ അവരുടെ നിലപാട് സ്വീകരിക്കുന്നു, ഇസ്രായേൽ വിഷയമുണ്ടാകുമ്പോൾ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ അവർ ഒരു പക്ഷത്തേക്ക് മാറുകയാണ്. ഏത് പക്ഷത്തേക്കാണ് അവർ മാറുന്നത്? കേരളത്തിലെ ഇടതുപക്ഷമാണെങ്കിലും കേരളത്തിലെ UDF ആണെങ്കിലും അവർ മാറുന്നത് ഒരേ ഒരു പക്ഷത്തേക്കാണ്. അവരുടെ പക്ഷത്തേക്ക് മാറുന്ന ആ രാഷ്ട്രീയം, അത് അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ അവർ ഇതേ വിഷയം അവരുടെ അണികളെ കൊണ്ട് ആ രാജ്യങ്ങളിൽ പോയിട്ടൊന്ന് ഉന്നയിക്കട്ടെ. അവിടെ ഏതെങ്കിലും ഒരു വിഷയം ഉന്നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കട്ടെ. ഇനി വേണ്ട, ഈ കള്ളപ്രചരണം നടത്തുന്ന ആളുകൾ അവർക്ക് സ്വാധീനമുള്ളൊരു സംസ്ഥാനത്ത് അതിലെന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ മധുരയിൽ എല്ലാവരും ഏത് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയെന്ന് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇസ്രായേലിലെ ജനങ്ങളുടെ പിന്തുണ എവിടെ പോകുന്നു? ഇസ്രായേലി ജനതയുടെ ചെറുത്തുനിൽപ്പ് എവിടെ പോകുന്നു? അപ്പോൾ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പിന്തുണയ്ക്കുക, അതിന് പരോക്ഷമായി പിന്തുണ നൽകുക എന്നുള്ളത് കുറേ കാലങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളതാണ്. വലതുപക്ഷം അതിൻ്റെ ഭാഗവുമാണ്. ഇപ്പോൾ കേരളത്തിൽ അതിലൊരു മാർക്കറ്റുണ്ട്. അതാണ് അതിനെ കാണേണ്ടത്. കേരളത്തിൽ അതിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ പഹൽഗാം വിഷയത്തിൽ ഒരു അനുകൂല പ്രസ്താവന ഇന്ത്യക്ക് അനുകൂലമായി നടത്തിയാൽ ഒരു വോട്ട് ബാങ്ക് കിട്ടാനില്ല എന്നുള്ളതാണ്. അതിലൊരു രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമുള്ളത് പാകിസ്ഥാൻ അനുകൂലമായി പറയുക എന്നുള്ളതിലാണ്. അപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായി പറയുമ്പോൾ കിട്ടുന്നത് പാകിസ്ഥാൻ അനുകൂലമായി ചിന്തിക്കുകയോ അതല്ലെങ്കിൽ ആ തരത്തിൽ നിലപാട് സ്വീകരിക്കുകയോ അതിനെ അംഗീകരിക്കുകയോ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. അങ്ങനെ തിരിച്ചറിയിൽ നിന്നാണ് ഈ തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. അങ്ങനെ നിരുത്തരവാദപരമായ പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശക്തമായ ഭാഷയിൽ നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ രാഷ്ട്രീയം പറയുന്നതിൽ നമുക്ക് തെറ്റ് കാണാൻ കഴിയില്ല. പക്ഷെ ആ രാഷ്ട്രീയം രാജ്യത്തിൻ്റെ പോളിസിക്കനുസരിച്ചിട്ടാണോ,
നിലപാടുകൾക്കനുസരിച്ചിട്ടാണോ, ഈ രാജ്യത്തിൻ്റെ വിദേശ നയത്തിനും ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും അനുസരിച്ചിട്ടാണോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ ഈ രണ്ട് മുന്നണികളും കാലാകാലങ്ങളായി എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് അത് ജനം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ ജനം തിരിച്ചറിയുന്നത് കൊണ്ടാണ് വലിയ തരത്തിൽ അവർക്ക് എത്ര പ്രചരണം നടത്തിയിട്ടും ആ വിഷയത്തിലൊരു അംഗീകാരം കിട്ടാതെ പോകുന്നത്. ആ സമൂഹം എപ്പോഴെങ്കിലും അവരെ പിന്തുണക്കുന്നുണ്ടോ? ആ സമൂഹങ്ങൾ എപ്പോഴെങ്കിലും പ്രത്യക്ഷമായി വന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ ഈ രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന ഘട്ടത്തിൽ പോലും മനസ്സുകൊണ്ട് അങ്ങനെ പാകിസ്ഥാനെ പിന്തുണക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ അവർ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ വരാത്ത ആളുകളെ എങ്ങനെയാണ് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുക എന്നുള്ള ഒരു രഹസ്യ അജണ്ടയാണ് അതിനകത്തുള്ളത്. ആ രഹസ്യ അജണ്ട എക്കാലത്തും ഇവർ പയറ്റിയിട്ടുണ്ട്, ഇപ്പോഴും അത് തുടരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.